ലൈബ വെഡിങ് സെന്ററിൽ നിന്ന് ഏത് ഡ്രസ് പർച്ചേസ് ചെയ്താലും എല്ലാം ഒന്നിനൊന്നും മെച്ചാന്ന് ഇവിടെ ആർക്കും അറിയാത്ത. നിങ്ങളുടെ ലൈബയോ? നമ്മുടെ ലൈബ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. സെൻട്രൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഉപയോഗിച്ച് നവീകരിക്കുന്ന കാളികാവ് വണ്ടൂർ റോഡിന്റെ പ്രവൃത്തി അശാസ്ത്രീയമെന്ന് നാട്ടുകാർ. റോഡിന്റെ വീതി കൂട്ടി നവീകരണം നടത്താൻ സർക്കാർ ഇടപെടണമെന്നും നാട്ടുകാർ. 5 പഞ്ചായത്തിലെ മലയോര ജനത പ്രധാനമായും ആശ്രയിക്കുന്ന റോഡ് വീതി കുറവായതിനാൽ ഗതാഗതക്കുരുക്ക് പതിവാണ്. കാളികാവ് മുതൽ വണ്ടൂർ വരെ 11 കിലോമീറ്റർ റോഡിന്റെ വീതി കൂട്ടാതെയുള്ള നവീകരണ പ്രവൃത്തിയാണ് നടക്കുന്നത്. കേന്ദ്ര റോഡ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫണ്ട് 12 കോടിയോളം രൂപയാണ് അനുവദിച്ചത്. വീതി കൂട്ടാതെയുള്ള നവീകരണം കൊണ്ട് റോഡിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകില്ല. റോഡിന്റെ വീതി 5.5 മീറ്റർ മാത്രമാണുള്ളത്. നിലവിലുള്ള വീതി മാത്രമാണ് റീടാർ ചെയ്യുന്നത്. ഏറെ തിരക്കേറിയ ഈ റൂട്ടിൽ മിക്ക സമയങ്ങളിലും ഗതാഗതക്കുരുക്ക് നിത്യസംഭവമാണ്. പാതയോരത്തിലേക്ക് തള്ളി നിൽക്കുന്ന മരങ്ങളും വൈദ്യുതകാലുകളും അതേപടി നിലനിർത്തിയുള്ള നവീകരണം അശാസ്ത്രീയമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഗതാഗതം സുഗമമാകുമെങ്കിലും റോഡ് വീതി കൂട്ടാതെയുള്ള നവീകരണം സമയനഷ്ടവും അപകടങ്ങൾക്കും കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. റോഡിന്റെ കയ്യേറ്റം ഒഴിപ്പിച്ച് റോഡ് വീതി കൂട്ടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ പരാതി നൽകിയിരുന്നു. പാതയോരങ്ങളിലെ തടസ്സങ്ങൾ നീക്കി റോഡ് വീതി കൂട്ടണമെന്ന് നിരന്തരം നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ അനുകൂല സാഹചര്യം ലഭിച്ചിട്ടും റോഡ് വീതി കൂട്ടുന്നതിനുള്ള നടപടി സ്വീകരിക്കാത്തതിൽ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട്. ഇനി അടുത്ത കാലത്തൊന്നും ഈ റോഡിന് മറ്റൊരു ഫണ്ട് ലഭിക്കാൻ ഇനി ഏറെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നവീകരണ പ്രവൃത്തി നടക്കുന്ന റോഡിലെ കലുങ്കുകൾ വീതി കുറച്ച് പുനർനിർമ്മിക്കുന്നതും ഗതാഗതത്തിന് ഭീഷണിയായി. ഇത് സംബന്ധിച്ച് അധികൃതരുമായി പള്ളിശ്ശേരിയിൽ വെച്ച് നാട്ടുകാർ തർക്കമുണ്ടാവുകയും ചെയ്തിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് കൊമ്പൻ സൈനുദ്ദീന്റെ നേതൃത്വത്തിൽ പരാതി നൽകിയിരുന്നു. അധികൃതർ അന്വേഷണം നടത്തിയതല്ലാതെ കലുങ്ക് വീതി കൂട്ടിയിട്ടില്ല. അഴുക്കുചാൽ നിർമ്മാണം കമ്പി ഉപയോഗിക്കാതെയാണ് നിർമ്മിക്കുന്നത്. ഇതും നാട്ടുകാർ ചോദ്യം ചെയ്തിരുന്നു. റോഡിലെ വളവുകളോ കയറ്റങ്ങളോ ഒന്നും തന്നെ ഒരു മാറ്റവും വരുത്താതെ കോടികൾ ചിലവഴിച്ചുള്ള നവീകരണം കൊണ്ട് ഗതാഗതക്കുരുക്കിന് കാര്യമായ പരിഹാരമാകുകയില്ല. വണ്ടൂര് കാളികാവ് റോഡിന്റെ നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് ഏകദേശം മധ്യഘട്ടത്തിൽ എത്താനായിട്ടുള്ള സ്റ്റേജിലാണുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഈ വർക്ക് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്ക് ഇതിന്റെ വീതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്ക ഉണ്ട്. സമയത്ത് ഞങ്ങൾ വണ്ടൂർ കാളികാവ് വികസന സമിതി എന്ന പേരിലൊരു പരാതി നവകേരള സദസ്സിലേക്ക് വളരെ പ്രതീക്ഷയോടുകൂടി സമർപ്പിച്ചിട്ടുണ്ട്. നിലവിലുള്ള വീതി വെച്ചാൽ 5.5 മീറ്ററാണ് റോഡിന്റെ ടാറിങ് വീതി എന്ന് പറയുന്നത്. അതേ വീതിയിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ആ വർക്ക് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൽ ഫിനിഷിങ്ങിൽ വരുമ്പോഴും 5.5 മീറ്റർ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ 12 കോടി രൂപ ചെലവഴിച്ചുണ്ടാക്കുന്ന 11 കിലോമീറ്ററാണ് വണ്ടൂർ കാളികാവിന്റെ ദൂരപരിധി എന്നുള്ളത്. അപ്പോൾ അത്രയും വലിയൊരു ഫണ്ട് ചെലവഴിച്ചിട്ട് നമുക്ക് വളരെ ആവശ്യമുള്ളൊരു കാര്യം വെച്ചാൽ റോഡിന്റെ ടാറിങ് മിനുസപ്പെടുന്നതിലേറെ നമുക്ക് ആവശ്യമുണ്ടായിരുന്നത് ശരിക്കും റോഡിന്റെ വീതിയായിരുന്നു. കാരണം നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള റൂട്ടാണ്. മാത്രമല്ല വാഹനങ്ങൾ എപ്പോഴും, പ്രത്യേകിച്ച് നമുക്കറിയാം വാണിയമ്പലത്തൊക്കെ റെയിൽവേ ഗേറ്റിന്റെ അടവ് കഴിഞ്ഞ് തുറന്നാലുണ്ടാകുന്ന ഒരു സ്ഥിതി. അപ്പോൾ വളരെ വീതി വേണ്ട സ്ഥലങ്ങളൊക്കെ നിലവിലുള്ള അതേ വീതി തന്നെ തുടരുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തം. നമുക്ക് പറയാം 23 സ്റ്റോപ്പേറ്റ് നമ്മുടെ വണ്ടൂർ കാളികാവിന്റെ ഇടയിലുണ്ട്. അപ്പൊ ഈ സ്ഥലങ്ങളിലൊക്കെ ബസ് സ്റ്റോപ്പ് ചെയ്തിടുമ്പോൾ അതിന്റെ ബാക്കിൽ പഴയ പോലെ തന്നെ, പഴയ കാലത്ത് റോഡ് നിർമ്മിച്ചതിന് അതേ ശൈലിയിൽ തന്നെ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബസ് ബേ എന്നുള്ളത് ഞങ്ങൾ ഇതിൽ വളരെ പ്രധാനമായിട്ട് ആവശ്യപ്പെട്ടൊരു കാര്യമാണ്. ബസ് മെയിൻ റോഡിൽ നിന്ന് മാറ്റി നിർത്തി ആളെ ഇറക്കാനും കയറ്റാനുള്ള സജ്ജീകരണം. ന്യൂസ് ബ്യൂറോ, കാളികാവ്. Real fruit power, real juices from Dabur.